ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്മാർട്ട് ഇംഗ്ലീഷ് ഗൈഡ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA ഇംഗ്ലീഷ് ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ വാട്ട് ഹി സെഡ് എന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. സോ നമുക്കതിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ നെയിം അവയാർ. അതായത് അവയാർ എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. സോ ആൻസർ ഈസ് അവയാർ ഈസ് എ ടൈറ്റിൽ ദാറ്റ് മീൻസ് റെസ്പെക്റ്റഡ് ഗുഡ് വുമൺ. അവയാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനിക്കപ്പെടുന്ന നല്ല സ്ത്രീ എന്നാണ്. ആക്ച്വലി അതൊരു റിയൽ നെയിം അല്ല, അത് അൺനോൺ ആണ്. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കുറുന്തോഗൈ? എന്താണ് കുറുന്തോഗൈ? കുറുന്തോഗൈ ഈസ് ആൻ ആൻഷ്യൻ തമിഴ് കളക്ഷൻ ഓഫ് ഷോർട്ട് പോയംസ് ആൻഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി എട്ടുതോഗൈ. കുറുന്തോഗൈ എന്ന് പറയുന്നത് ഒരു പ്രാചീന തമിഴ് സമാഹാരത്തിൽ ഉൾപ്പെടുന്നു. ഇത് എട്ടുതോഗയുടെ ഒരു ഭാഗമാണ്. ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദി തീംസ് ഓഫ് ലവ് ആൻഡ് സെപ്പറേഷൻ. ഇതിൽ മെയിനായിട്ട് ലവിനെ കുറിച്ചും സെപ്പറേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മേക്കിംഗ് ഇറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ഇൻ സംഘം ലിറ്ററേച്ചർ. സംഘം സാഹിത്യത്തിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായി മാറുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്പീക്കർ ഓഫ് ദി പോം വാട്ട് ഹി സെഡ്. വാട്ട് ഹി സെഡ് എന്ന പോയത്തിൻ്റെ സ്പീക്കർ ആരാണെന്ന് കണ്ടെത്തുക. ദ സ്പീക്കർ ഇൻ ദി പോം ഈസ് എ പേഴ്സൺ ഇൻ ലവ്. ഈ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയാണ്. ഷോയിങ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ഫീലിങ്സ് ആൻഡ് റിയൽ ലൈഫ് റെസ്പോൺസിബിലിറ്റീസ്. ലൈഫിൽ സ്ട്രഗിൾ ചെയ്യാണ് ഫീലിങ്സിൻ്റെ കാര്യത്തിലും ഈ ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിലും. നൗ ഫോർത്ത് ക്വസ്റ്റ്യൻ, എലാബറേറ്റ് വാട്ട് ദ സ്പീക്കർ മീൻസ് ബൈ ദി വേൾഡ്സ് ഡിമാൻഡ്സ്. ദ വേൾഡ്സ് ഡിമാൻഡ്സ് എന്നതുകൊണ്ട് സ്പീക്കർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ, ദ വേൾഡ്സ് ഡിമാൻഡ്സ് മീൻസ് ദ ഡെയിലി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഇൻ ലൈഫ്. ദ വേൾഡ്സ് ഡിമാൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡെയിലി ഉണ്ടാകുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും ഡ്യൂട്ടീസുമാണ്. These keep the speaker busy and stop them from fully focusing on their love. ഇങ്ങനെ വരുമ്പോൾ സ്പീക്കറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ്ലി അവരുടെ ലവ് സ്നേഹിക്കുന്ന ആളെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നൗ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഇമേജ് ദിസ് ഫ്ലഡ് ഓഫ് ഡിസയർ. ദിസ് ഫ്ലഡ് ഓഫ് ഡിസയർ എന്നതിൽ എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഓർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ദി ഇമേജ് ദിസ് ഫ്ലഡ് ഓഫ് ഡിസയർ സിംബലൈസസ് ദ സ്പീക്കേഴ്സ് ഓവർവെൽമിങ് ആൻഡ് ഇൻറ്റൻസ് പാഷൻ. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീക്കറിൻ്റെ അത്രക്കും ആഗ്രഹം, ഒരു ഇൻറ്റൻസ് പാഷനാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദെയർ ഇമോഷണൽ സ്ട്രഗിൾ ടു മാനേജ് ആൻഡ് സാറ്റിസ്ഫൈ ദിസ് പവർഫുൾ ലോങ്ങിങ്. ഇത് അവരുടെ സ്ട്രഗിൾ, എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു ഈ ലോങ്ങിങ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും എന്നാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2 or 3 സെൻറ്റൻസസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ ഇത് നമ്മൾ എഴുതുമ്പം ചാപ്റ്ററിൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ട് എഴുതുമ്പം കംപ്ലീറ്റ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദി പാരഗ്രാഫ് വൈസ് ക്വസ്റ്റ്യൻസ് ഇൻ ഷോർട്ട് പാരഗ്രാഫ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആൻ അകം പോയം ആൻഡ് എ പുറം പോയം. അകം പോയം ആൻഡ് പുറം പോയം തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അകം പോയം ഫോക്കസസ് ഓൺ പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ് ഇമോഷൻസ്. ഈ അകം പോയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ എന്ന് പറയുന്നത് പോലെയാണ്. നമ്മുടെ പേഴ്സണൽ ആൻഡ് ഇൻറ്റിമേറ്റ് ഇമോഷൻസൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണല്ലോ. അകം പോയത്തിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. പ്രൈമർലി ഡീലിംഗ് വിത്ത് ലവ്, റൊമാൻസ് ആൻഡ് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്. They typically depict themes like separation, longing and reunion between lovers. അവർ കൂടുതലും ഇങ്ങനെ സെപ്പറേഷനെ കുറിച്ച്, ലോങ്ങിങ്ങിനെ കുറിച്ച്, കാത്തിരിപ്പ് അതുപോലെയൊക്കെ പറയുമല്ലോ. ആൻഡ് റീയൂണിയൻ ബിറ്റ്വീൻ ലവേഴ്സ്, വീണ്ടും ഒന്നിച്ചു പോകുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ദി സെറ്റിംഗ് ഇൻ അകം പോയം ഈസ് സിംബോളിക് with elements of nature such as seasons, landscapes and times of day used to convey emotions. ഈ അകം പോയംസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ പ്രതീകാത്മകമായ രീതിയിലാണ്. വിത്ത് എലമെൻറ്റ്സ് ഓഫ് നേച്ചർ സച്ച് ആസ് സീസൺസ്, ലാൻഡ്സ്കേപ്സ് ആൻഡ് ടൈംസ് ഓഫ് ഡേ യൂസ്ഡ് ടു കൺവേ ഇമോഷൻസ്. അതായത് ഈ അകം പോയംസിലെല്ലാം നമ്മൾ ഈ ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടും നേച്ചർ റിലേറ്റഡ് ആയിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. They do not explicitly mention the individuals involved, maintaining anonymity to enhance the emotional depth. അതായത് ഒരു വ്യക്തിയുടെയും പേര് വ്യക്തമായി കാണിക്കാത്തത് കൊണ്ട് തന്നെ, പറയാത്തത് കൊണ്ട് തന്നെ, പേരില്ലായ്മ നിലനിർത്തുന്നത് കൊണ്ട് വികാരത്തിൻ്റെ ആഴം അതിൽ നമുക്ക് കൂടുതൽ ഡെപ്തോടു കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.
These poems belong to the inner world or the private sphere of human experience. ഈ കവിതകൾ ആന്തരിക ലോകം അല്ലെങ്കിൽ മനുഷ്യാനുഭവത്തിൻ്റെ സ്വകാര്യ മേഖലയിലേക്കാണ് പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പുറം പോയംസിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. സെൻറ്റർ അറൗണ്ട് എക്സ്റ്റേണൽ തീംസ് ഫോക്കസിങ് ഓൺ പബ്ലിക് ലൈഫ് such as heroism, war, violence and the duties of king and warriors. പുറമേയുള്ള ലൈഫിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ പുറം പോയം അവതരിപ്പിക്കുന്നത്. അതായത് ഈ പബ്ലിക് ലൈഫ്, പിന്നെ ഹീറോയിസം, യുദ്ധം, വയലൻസ്, പിന്നെ ഡ്യൂട്ടീസ്, കിങ്സിൻ്റെയും വാരിയേഴ്സിൻ്റെയും ഒക്കെ ഡ്യൂട്ടീസ്, അവരുടെ ചുമതലകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പുറം പോയംസിൽ പറയുന്നത്. തീംസ് ഓഫൺ ഇൻക്ലൂഡ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, സോഷ്യൽ ജസ്റ്റിസ്, എത്തിക്സ് ആൻഡ് പ്രൈസ് ഓഫ് കിങ്സ് ഓർ വാരിയേഴ്സ്. ഇതിൽ ചരിത്രത്തിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, പിന്നെ സൊസൈറ്റിയിലെ നീതിയെക്കുറിച്ചും വാല്യൂസും മൂല്യങ്ങളെക്കുറിച്ചും, ആൻഡ് പ്രൈസ് ഓഫ് കിങ്സ് ആൻഡ് വാരിയേഴ്സ്. ദി സെറ്റിംഗ് ഈസ് മോർ കോൺക്രീറ്റ്, ഇൻവോൾവിങ് റിയൽ വേൾഡ് സിനാരിയോസ് ലൈക്ക് ബാറ്റിൽ ഫീൽഡ്, സിറ്റീസ് ആൻഡ് പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്. ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഉറച്ചതായിരിക്കും. നമ്മുടെ ശരിക്കും വേൾഡിലുള്ള കാര്യങ്ങൾ, യുദ്ധക്കളങ്ങൾ, പിന്നെ സിറ്റീസ്, നഗരങ്ങൾ, ആൻഡ് പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ്സ് ടു. ഇൻഡിവിജ്വൽസ് ആർ ഓഫൺ നെയ്മഡ് ഓർ ക്ലിയർലി ഐഡൻറ്റിഫൈഡ് ഇൻ ദീസ് പോയംസ്, സെലിബ്രേറ്റിംഗ് ദിയർ ആക്ഷൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. ഈ പുറം പോയംസിലെല്ലാം എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും ആൾക്കാരുടെ പേരും നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്ലിയർലി മെൻഷൻഡ് ആയിരിക്കും. അവരുടെ ആക്ഷൻസ്, അച്ചീവ്മെൻറ്റ്സ് അതെല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദീസ് പോംസ് ബിലോങ് ടു ദി ഔട്ടർ വേൾഡ് ഓർ ദി പബ്ലിക് സ്ഫിയർ ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഈ കവിതകൾ ബാഹ്യലോകം അല്ലെങ്കിൽ മനുഷ്യാനുഭവത്തിൻ്റെ പൊതുമേഖലയിലേക്കാണ് പെട്ടിരിക്കുന്നത്. നൗ ഷോർട്ട് പാരഗ്രാഫിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ തമിഴ് സംഘം പോയട്രി. തമിഴ് സംഘം പോയട്രിയെ കുറിച്ചാണ് ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, സംഘം പോയട്രി ഈസ് എ ബോഡി ഓഫ് ക്ലാസിക്കൽ തമിഴ് ലിറ്ററേച്ചർ കമ്പോസ്ഡ് ബിറ്റ്വീൻ 300 BCE ആൻഡ് 300 CE ഡ്യൂറിങ് ദി സംഘം പീരിയഡ്. ക്ലാസിക്കൽ തമിഴ് സമാഹാരത്തിലെ ഒരു ബോഡി ആയിട്ടാണ് സംഘം പോയട്രി വരുന്നത്. ഇത് 300 BCEയുടെയും 300 CEയുടെയും ഇടയിലായിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു സംഘം പീരിയഡിലാണ് ഇതുണ്ടായിരുന്നത്. ഇതിൽ പ്രാചീന തമിഴ് പ്രദേശങ്ങളിൽ നടന്ന 3 സംഘങ്ങളിൽ നിരവധി കവികളും പണ്ഡിതരുമായുള്ള സംഭാവനകൾ ഉൾപ്പെടുന്നു. അപ്പോൾ ഇത്രയാണ് ഈ അകം പോയം ആൻഡ് പുറം പോയം തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. പോയട്രി 2 മെയിൻ കാറ്റഗറീസ് ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്, അകം ആൻഡ് പുറം. നമ്മൾ പറഞ്ഞ പോലെ ലവ് പോയംസ് ആൻഡ് പബ്ലിക് ഹീറോയിക് പോയംസ് റെസ്പെക്റ്റീവ്ലി. സോ ദ വർക്ക്സ് ആർ കമ്പൈൽഡ് ഇൻ 8 ആന്തോളജീസ്. ഇതിലുള്ള വർക്കുകളെല്ലാം 8 ആന്തോളജീസ് ആയിട്ടാണ് ഉണ്ടാവുക ആൻഡ് 10 ഐഡൽസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 8 തുകയും പട്ടുപാട്ടും കൂടി ചേർന്നിട്ടാണ് തമിഴ് ക്ലാസിക് ലിറ്ററേച്ചർ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പോയത്തിലെ ഇമേജറി ആൻഡ് സിംബലിസം എന്തെല്ലാമെന്ന് നോക്കാം. നാച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്സ് ആർ എസെൻഷ്യൽ ഇൻ അകം പോയട്രി, സിംബലൈസിങ് ഇമോഷണൽ സ്റ്റേറ്റ്സ്. അതായത് അകം പോയട്രിയിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, അതായത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഈ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബിക്കോസ് ഇറ്റ് സിംബലൈസസ് ഓരോ ഇമോഷണൽ സ്റ്റേറ്റ്സ് എല്ലാം അവ സിംബലൈസ് ചെയ്യും. ആസ് എൻ എക്സാമ്പിൾ, മൗണ്ടെയിൻസ് ഫോർ യൂണിയൻ ആൻഡ് ഫോറസ്റ്റ് ഫോർ സെപ്പറേഷൻ. ഈ വേർഡ്സ് എല്ലാം അതിനു വേണ്ടി യൂസ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് പോയിന്റ്, ഇൻ പുറം പോയട്രി ഇമേജസ് ഓഫ് വാർ, ബ്രേവറി ആൻഡ് ഹോണർ ആർ പ്രിവലൻറ്റ്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പുറം പോയട്രി ആവുമ്പം പുറമേയുള്ള വാറ്, ബ്രേവറി, ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഗ്ലോറിഫൈങ് പബ്ലിക് ഡീഡ്സ് മീൻസ് ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യാം, അവരെ നമ്മളിങ്ങനെ പ്രൈസ് ചെയ്യുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്കിതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സംഘം പോയട്രി ഈസ് ഹൈലി റിവേർഡ് ഫോർ ഇറ്റ്സ് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസ് ഓഫ് ലാംഗ്വേജ്, സ്ട്രക്ചർ ആൻഡ് ഡീപ്പ് ഇമോഷണൽ ഇൻസൈറ്റ്. ഈ സംഘം പോയട്രി most of the people are admired by its sophisticated, which means well refined. അതായത് ഭയങ്കര മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട് തന്നെ, അതുകൊണ്ട് മാത്രമല്ല അതിൻ്റെ ലാംഗ്വേജ്, സ്ട്രക്ചർ ആൻഡ് ഇമോഷണൽ കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് പറയുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര അഡ്മയേർഡ് ആണ്. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ്, ഇറ്റ് ഓഫേഴ്സ് എ ഗ്ലിംസ് ഇൻ ടു ദി കൾച്ചറൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് ആൻഷ്യന്റ് തമിഴ് സൊസൈറ്റി, മേക്കിംഗ് ഇറ്റ് എ വാല്യുവബിൾ ഹിസ്റ്ററിക്കൽ ആൻഡ് ലിറ്റററി റിസോഴ്സ്. അതായത് ഈ സംഘം പോയട്രിയിൽ
ഭയങ്കര കൾച്ചറായിട്ടുള്ളതും ആ സാമൂഹികപരമായിട്ടുള്ളതും പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ലൈഫിൻ്റെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഒരു ചരിത്രം പിന്നെ ഒരു ലിറ്റററി റിസോഴ്സ് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഉള്ള കാര്യങ്ങൾ ആ തമിഴ് സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവരിതിലൂടെ പുറത്തോട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ പോയറ്റിക് ടെക്നിക്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റെപ്പറ്റീഷൻ. The poet uses repetition effectively to convey the speaker's persistent thoughts of love, as seen in phrases like "Did I not think of you?" and think again." This repetition emphasizes the speaker's deep yearning and constant preoccupation with their love. അതായത് ഈ ഒരു റെപ്പറ്റീഷൻ ഉണ്ടല്ലോ, "Did I not think of you?" and think again. ഇതുകൊണ്ട് സ്പീക്കർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലവിനെ, സ്നേഹിക്കുന്ന ആളെ കൂടുതൽ ഡീപ്പായിട്ട് അവരുടെ ലവ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല സ്പീക്കറിന് താൻ സ്നേഹിക്കുന്ന ആളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അത്രക്കും ഡീപ്ലി ഇൻ ലവാണ് ഈ സ്പീക്കർ ഈ പോയത്തിലുള്ളത്. ഈ പോയത്തിൻ്റെ ഇമേജറി വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വിവിഡ് ആയിട്ടുള്ള ഇമേജറിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പർട്ടിക്കുലർലി ഇൻ ദി ലൈൻസ് "ഫ്ലഡ് ഓഫ് ഡിസയർ" ആൻഡ് "വെറ്റ് ദ ബ്രാഞ്ച് ഓഫ് ദ ടോൾ ട്രീ." These images represent the speaker's intense passion and emotional overflow, as well as the natural connection between desire and longing. "Flood of desire" and "wet the branch of the tall tree" എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കും പാഷൻ, ആഗ്രഹം, ഈ ഒരു കാര്യം അത്രക്കും വേണമെന്ന് ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലഡ് ഓഫ് ഡിസയർ, ഒരു പ്രളയത്തെ പോലെ അത്രക്കും. "വെറ്റ് ദ ബ്രാഞ്ച് ഓഫ് ദ ടോൾ ട്രീ", ഒരു വലിയ മരത്തിൻ്റെ മേലത്തെ ബ്രാഞ്ച്, മുകളിലത്തെ ബ്രാഞ്ച് തട്ടുന്ന അത്രക്കും പാഷൻ, ആഗ്രഹമാണ് പറയുന്നത്. പിന്നെ ഇതിൽ വാട്ടർ എന്ന് പറയുന്നത് ഒരു കീ സിമ്പലാണ്, representing both desire and emotional fulfillment. The flood of desire suggests an overwhelming feeling, while the act of bending to scoop a drink of water symbolizes an attempt to manage or satisfy that desire. ആഗ്രഹം ഒരു ഫ്ലഡോളം ഉണ്ടെങ്കിലും ഒരു സ്കൂപ്പ് എടുത്തിട്ടെങ്കിലും അത് സാറ്റിസ്ഫൈ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സ്പീക്കർ ട്രൈ ചെയ്യുന്നത്. ഇനി നമുക്കിതിലെ മെറ്റഫർ എന്താണെന്ന് നോക്കാം. The flood of desire is a metaphor for the uncontrollable and overpowering nature of the speaker's emotions, and the eventual thinning of the flood suggests a gradual resolution or lessening of this emotional intensity. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്ലഡ് ഓഫ് ഡിസയർ എന്ന് പറയുന്നത് വളരെ അൺകൺട്രോളബിൾ ആയിട്ടുള്ളതും അത്രക്കും കൂടുതലുള്ള ഒരു പാഷനെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇതിൽ തിന്നിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതിയെ കാമായിട്ട് വരികയാണ്. ആ ഒരു ഫീലിംഗ് കാമായിട്ട് വരുന്നതാണ് ഈ തിന്നിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പോയത്തിലെ ലവ് തീമിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം. "ദി പോം വാട്ട് ഹി സെഡ് ഡീൽസ് വിത്ത് ദി സ്പീക്കേഴ്സ് ഡീപ്പ് അൺഫുൾഫിൽഡ് ലവ്, വിച്ച് ഈസ് എ സെൻട്രൽ തീം ഇൻ അകം പോയട്രി." ഈ വാട്ട് ഹി സെഡ് എന്ന പോയത്തിൽ സ്പീക്കറുടെ വളരെ ഡീപ്പും അൺഫുൾഫിൽഡ്, അതായത് അത്രക്കും ഫുൾഫില്ല് ആയിട്ടില്ല എന്ന് തോന്നുന്ന ഒരു ലവ്, വിച്ച് ഈസ് സെൻട്രൽ തീം ഇൻ അകം പോയട്രി. ഇതിലെ അകം പോയട്രിയിലെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഇതാണ്. "ദി സ്പീക്കർ റിഫ്ലെക്ട്സ് ഓൺ ദെയർ ഇൻറ്റൻസ് ഫീലിംഗ് ഫോർ ദെയർ ബിലവഡ്, എക്സ്പ്രസിങ് ദെയർ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലവ് ആൻഡ് വേൾഡ്ലി റെസ്പോൺസിബിലിറ്റീസ്." അതായത് സ്പീക്കറിന് തൻ്റെ ലവറോട് കൂടുതൽ ഫീലിങ്സ് ഉണ്ട്, അവരെ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വേൾഡ്ലി റെസ്പോൺസിബിലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് അവരുടേതായ ഡ്യൂട്ടീസും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടാകും. അതെല്ലാം നമ്മുടെ വേൾഡ് വളരെ നോം ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലോട്ട് മാറ്റിയെടുത്ത കാര്യങ്ങളാണ്. സോ അതെല്ലാം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ തൻ്റെ ലവറെ കുറച്ചൊക്കെ ഒരു ഗ്യാപ്പിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. "The speaker's constant thinking about the beloved and the overwhelming desire to be with them highlights the emotional turbulence typical of അകം പോയംസ്." ഈ അകം പോയത്തിലെല്ലാം ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്നതാണ് താൻ സ്നേഹിക്കുന്ന ആളെ അത്രക്കും ഒരു ഇൻറ്റൻസ് ഫീലിംഗ്, അവരുടെ കൂടെ ആയിരിക്കണം എന്നുള്ള ഒരു ഫീലിംഗ്, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ പോയത്തിൻ്റെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ അകം പോയട്രി personal emotions often conflict with external circumstances. In this poem, the speaker feels torn between the demands of the world and their deep love. As shown in the line,
ബാഫിൾഡ് ബൈ ദി വേൾഡ്സ് ഡിമാൻഡ്സ്. വിച്ച് മീൻസ് ഈ അകം പോയട്രിയിലെല്ലാം നമ്മളെ പേഴ്സണൽ ഇമോഷൻസ് കൂടുതലായിട്ടും എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസിനോട് കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു സ്ട്രഗിളായിട്ട്, ഒരു പ്രോബ്ലം ആയിട്ടാണ് വരുന്നത്. ഈ ബാഫിൾഡ് ബൈ ദി വേൾഡ്സ് ഡിമാൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകെ ഒരു തല പെരുകി നിൽക്കുന്ന അവസ്ഥ, ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. അവർക്ക് അവരുടെ ലവിൻ്റെ കൂടെ നിൽക്കണം, പക്ഷേ വേൾഡ്ലി റെസ്പോൺസിബിലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ആൻഡ് ദ സ്ട്രഗിൾ ടു ബാലൻസ് ലവ് വിത്ത് ഒബ്ലിഗേഷൻസ് മിറേഴ്സ് ദി ഇന്നർ ടെർമയൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് അകം പോയട്രി. അതായത് ഇത് രണ്ടും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിളാണ് സ്പീക്കർ ചെയ്യുന്നത്, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇതിലൊരു പ്രത്യേകതയാണ് ദിസ് ഈസ് അനോണിമസ്. അതായത് ഇതിൽ ആരാണ് ഈ സ്പീക്കർ ആരാണെന്നോ തൻ്റെ ലവർ ആരാണെന്നോ എന്നും പേര് വെളിപ്പെടുത്തുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സോ ഇൻ അകം പോയട്രി ദ സ്പീക്കർ ഈസ് ഓഫൺ അനോണിമസ്. ഈ അകം പോയട്രിയിലെല്ലാം മോസ്റ്റ് ഓഫ് ദ ടൈം അനോണിമസ് ആണ്. ആൻഡ് ദിസ് ഈസ് സീൻ ഇൻ വാട്ട് ഹി സെഡ്. അത് നമുക്കിതിൽ കാണാൻ സാധിക്കും. where the focus is on the emotions rather than the identity of the speaker or the beloved. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്പീക്കറിൻ്റെ ഐഡൻറ്റിറ്റിയോ ബിലവ്ഡ്, അവർ സ്നേഹിക്കുന്ന ആളെ ഐഡൻറ്റിറ്റിയോ റിവീൽ ചെയ്യുന്നതിലേറെ അവരുടെ ഇമോഷൻസ് ആണ് കൂടുതൽ ഇതിൽ റിവീൽ ചെയ്യുന്നത്. ദിസ് എംഫസൈസ് ഓൺ ഇന്നർ ഫീലിംഗ്സ് ഓവർ പേഴ്സണൽ ഡീറ്റെയിൽസ് ഈസ് എ കോമൺ ട്രേറ്റ് ഓഫ് അകം പോയംസ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ അകം പോയട്രിയിലെല്ലാം ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽ റിവീൽ ചെയ്യുന്നതിലേറെ ഒരു ഇന്നർ ഫീലിങ്സിനെയാണ് കൂടുതൽ റിവീൽ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ദി പോയംസ് ഫോക്കസ് ഓൺ ലവ്, ഇറ്റ്സ് സിംബോളിക് യൂസ് ഓഫ് നേച്ചർ ആൻഡ് ദി ഇൻറ്റിമേറ്റ് പോർട്രയൽ ഓഫ് ദ സ്പീക്കേഴ്സ് ഇമോഷൻ ഫേംലി സിറ്റുവേറ്റ് ഇറ്റ് വിത്തിൻ ദി ട്രഡീഷൻ ഓഫ് അകം പോയംസ്. അതായത് ഈ പോയം ലവിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഒരു നേച്ചർ യൂസ് ചെയ്തിട്ട് സിംബലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ കണ്ടല്ലോ ഒരുപാട് മെറ്റഫേഴ്സ്, ദ ഫ്ലഡ് ഓഫ് ഡിസയർ, ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. ഇതെല്ലാം ഈ അകം പോയംസിൽ കൂടുതൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ഇതുപോലത്തെ മെറ്റഫേഴ്സ് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. അത് ഈ അകം പോയത്തിൻ്റെ ഒരു ട്രഡീഷനാണ്. സോ അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.